ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ എല്ലാം വീട്ടിൽ മിക്കവാറും വീടുകളിലെല്ലാം കാണും, പൈപ്പെല്ലാം ഉള്ള വീടുകളിൽ കാണും. എന്ന് പറഞ്ഞാൽ പ്ലംബർമാരെല്ലാം വന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് പീസുകൾ കാണും. അതിൽ പൈപ്പ് ജോയിൻ ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ആ പൈപ്പ് നമുക്കതിനെ റീയൂസ് ചെയ്യാൻ വേണ്ടി എങ്ങനെ എടുക്കാമെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി വേറൊന്നുമില്ല, ചെറിയൊരു പണിയാണ്, കുറച്ച് നേരം മെനക്കെട്ടാൽ മതി. ഇത് കണ്ടോ, ഈ ഫിറ്റിങ്സ് നമ്മൾ ഈ സോക്കറ്റിൽ ഫിറ്റ് ചെയ്തിട്ട് ഈ രണ്ട് സൈഡും ഈ സോക്കറ്റിനോട് ചേർത്ത് തന്നെ കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഇത് അല്പം ചൂടുവെള്ളത്തിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നോക്കാം. ഇതൊന്ന് വെള്ളത്തിലിട്ട് ചൂടാക്കി എടുത്തതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന പീസ് നമുക്ക് ഇളക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഈ ഹാക്സോ ബ്ലേഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുക. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കണം. ഗ്യാപ്പ് കട്ട് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും സോക്കറ്റിൽ കട്ടാവാൻ പാടില്ല. നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഇതിനകത്തോട്ട് കടത്തുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്താൽ മതി, ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ മതി. ഇതുപോലെ ഒരു മുനയുള്ള സ്ക്രൂ ഡ്രൈവർ ചെറുതായിട്ട് ഇതിലോട്ട് തട്ടി ഇറക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞു, കണ്ടോ. ഇനി ഈ പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ ഹാക്സോ ബ്ലേഡ് വെച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഈ ഹാക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും സോക്കറ്റ് കട്ടാൻ പാടില്ല. അതിനാണ് നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവർ ഇവിടെ വച്ചിരിക്കുന്നത്. ഇതാ, അപ്പോൾ ഒരു സൈഡ് ഇളവി ഇങ്ങനെ ഈ 4 സൈഡിലും അറൗണ്ടായിട്ട് നമ്മളിങ്ങനെ ഈ സ്ക്രൂ ഡ്രൈവർ ഇറക്കി കൊടുക്കുക. കണ്ടോ ഇളകി വന്നത്. ഇനി കുറച്ചുകൂടി ബാക്കിയുള്ളു, അതും കൂടെ ഇതേപോലെ കുത്തി ഇളക്കണം. ഇതാ 2 പോർഷൻ മൊത്തത്തിൽ ഇളകി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ക്ലിയറാണ്. ഇതിനിപ്പോൾ നമുക്ക് ഫിറ്റിംഗ് യൂസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും നമുക്കിത്. അപ്പോൾ നമുക്കൊരു സോക്കറ്റ് കിട്ടി, കണ്ടോ. ഇതാണ് ഇതിൻ്റെ പരിപാടി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ.